ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ 3G വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയതാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞാൽ ഒന്ന് നമുക്ക് പൊല്യൂഷൻ ടെസ്റ്റ് എടുക്കാനുണ്ട്, പിന്നെ ഫ്രണ്ട് ബ്രേക്ക് ജാമായ ഒരു അവസ്ഥയുണ്ട്, പിന്നെ ടയർ മാറ്റുക, വാട്ടർ സർവീസ് ചെയ്യുക, അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്കുകൾ കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് നമുക്ക് അത്യാവശ്യം മൂവ്മെൻറ്റുള്ള പുറമേ നിന്ന് ചെയ്യാൻ പറ്റുന്ന മൂവ്മെൻറ്റുള്ള പാർട്സുകൾ അഴിച്ച് ചെക്ക് ചെയ്യുകയും തേയ്മാനമുണ്ടെങ്കിൽ തേയ്മാനമുള്ള ഭാഗങ്ങൾ മാറ്റി പിടിപ്പിക്കുക, ഗ്രീസിങ് ആവശ്യമുള്ളത് ഗ്രീസ് ചെയ്യുക, ഇതൊക്കെയാണ് മെയിനായിട്ട് ജനറൽ സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് CVT ക്ലച്ച് അടക്കം ഗ്രീസിങ് വന്നിട്ടുണ്ട് നമുക്ക്. പിന്നെ ഇലക്ട്രിക്കൽ ഫങ്ഷൻ, ലൈറ്റുകൾ, സ്വിച്ചുകൾ, ഹെഡ്ലൈറ്റ്, ബൾബുകൾ, ടയർ പ്രഷർ കാര്യങ്ങൾ, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഭാഗവും തന്നെ നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതാണ് ജനറൽ സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സർവീസിന് പുറത്ത് വന്ന വർക്കുകളാണ്. അപ്പോൾ കേബിൾ ഐറ്റംസ് മാറ്റാം, ഗിയർ ബോക്സിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ചെയ്യാം, അതേപോലെ കോൺസെപ്റ്റ് കംപ്ലയിൻറ്റ്, അതൊക്കെ നമുക്ക് ജനറൽ സർവീസിന് പുറമെ വന്ന വർക്കുകളാണ്. അതിന് ഇപ്പോൾ സാധാരണ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് നമുക്ക് അഴിക്കുന്ന വരുന്ന ഭാഗങ്ങളിൽ പാർട്സുകൾ മാറ്റി ഘടിപ്പിക്കുന്നതിനൊന്നും നമുക്ക് അഡീഷണൽ ലേബർ ചാർജ് കാര്യങ്ങൾ വരില്ല. നേരെ മറിച്ച് കേബിൾ ഐറ്റംസൊക്കെ മാറ്റേണ്ടി വന്നാൽ നമുക്ക് അഡീഷണൽ ടൈം ഒരുപാട് നമുക്ക് വന്നതാണ്. അപ്പോൾ അതിന് മാത്രം ആ അഡീഷണൽ പേയ്മെൻറ്റ് വരും. അപ്പോൾ ഞാൻ അതിൻ്റെ സർവീസിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വണ്ടി കയറ്റിയേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് ഇടാനുണ്ട്, അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. കമ്പനി ലൈനറൊക്കെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. ഇതാ ലൈനർ ഉറഞ്ഞിട്ടുള്ള പൊടിയൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് അതിൻ്റെ ബാക്കിൽ വണ്ടി ലിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പോൾ ബാക്കിൽ ഈ ഭാഗത്ത് ചെറിയൊരു നനവ് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ കാര്യമായിട്ടുള്ള ലീക്കേജ് അല്ല, അത് ഓയിൽ ലീക്ക് വന്ന് തുടങ്ങിയേക്കുന്നതാണ്. ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ വന്ന ഒരു ഓയിൽ സീലുണ്ട്, അതിൻ്റെ ലീക്കേജാണ് ഈ കാണുന്നത് കേട്ടോ. അത് ചെറുതായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പം നിലവിൽ ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങുകൾക്കൊന്നും കംപ്ലയിൻ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമ്മളിപ്പോൾ അത് അഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അഴിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്കൊരു 900 തുടങ്ങി 950 രൂപ അടുത്ത് വരെ നമുക്ക് പാർട്സും ലേബറും എല്ലാം കൂടി വരുമ്പോൾ, ലേബർ ചാർജും പാർട്സ് എല്ലാം കൂടി വരുമ്പോൾ ഏകദേശം ഒരു 900-950 രൂപ നമുക്ക് റേറ്റ് തന്നെയാണ്. അപ്പോൾ തൽക്കാലം ഇപ്പോൾ നമുക്ക് അഴിക്കണ്ട, ഇപ്പോൾ അതിനുള്ള പ്രോബ്ലം ഇല്ല. പക്ഷേ കംപ്ലയിൻറ്റ് കണ്ടപ്പോൾ നമ്മളത് ഇൻഫോം ചെയ്തേക്കുന്നുള്ളൂ. അത് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യണ കൂട്ടത്തിൽ ഇവിടെ വന്ന വർക്കുകളൊക്കെയാണ് അത് കേട്ടോ. പിന്നെ അതേപോലെ ബാക്കിലത്തെ ടയറൊക്കെ ഫുള്ള് തീർന്ന് നിൽക്കുന്നുണ്ട്. ഫ്രണ്ടിലത്തെ ടയറും തീർന്നതാണ്. തൽക്കാലം ഫ്രണ്ട് ടയർ മാറ്റുന്ന കേസാണ് പറഞ്ഞത് കേട്ടോ. ബാക്ക് ടയറും വളരെ മോശമാണ്, അത് ഇടയ്ക്കൊന്ന് ചേഞ്ച് ചെയ്യുന്ന കേസ് ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നോക്കുമ്പോൾ നമുക്ക് കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്ററാണ്. തന്നെയല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ പൊല്യൂഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗ് നമുക്ക് മാറ്റേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ പൊല്യൂഷൻ കൂടുതലായിരിക്കും ഈ മോഡൽ എയർ ഫിൽറ്റർ യൂസ് ചെയ്യുമ്പോൾ. അതാ ഓൾറെഡി പേപ്പർ ക്വാളിറ്റിയിൽ തന്നെ വ്യത്യാസമാണ്. പെട്ടെന്ന് പൊടി കയറി ബ്ലോക്ക് ആവുകയും പെട്രോൾ ചിലവ് കൂടുകയും ചെയ്യും. അതാണ് ഇതുകൊണ്ട് സംഭവിക്കുന്ന കേസ്. ഇതിപ്പോൾ തൽക്കാലം നമുക്ക് പൊല്യൂഷൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല, നിലവിൽ വണ്ടിയുടെ എൻജിൻ്റെ ആരോഗ്യത്തിന് ഈ സാധനം ഉപയോഗിക്കുന്നത് ഹാനികരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂട്ടത്തിക്കൂടെ നമ്മളത് മാറ്റാനായിട്ട് ശുപാർശ ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾ നോക്കി റിപ്ലൈ കിട്ടിയാൽ നമ്മൾ ചെയ്യുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിൽ നിന്ന് ഓയിൽ സീൽ ലീക്ക് തുടങ്ങിയിട്ടുണ്ട്. ആരംഭമാണ്, തുടക്കം തന്നെ ആ ഓയിൽ സീലൊന്ന് മാറ്റിയിട്ടേക്കാം. വേറെ ഇപ്പോൾ മേജർ കംപ്ലയിൻറ്റിലേക്ക് വരില്ല. നമുക്ക് ഈ സ്കൂട്ടർ മോഡലെന്ന് വെച്ചാൽ ബെൽ ഡ്രൈവാണ് വണ്ടി. അപ്പോൾ ഈ സൈഡിൽ ഓയിലോ കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടും കൂടിയാണ്, അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് നമ്മൾ ആ ഓയിൽ സീൽ മാറ്റുന്ന കേസ് പറഞ്ഞത്. ചെറിയൊരു ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. കമ്പനി ബെൽറ്റാണ് കിടക്കുന്നത്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്. ഈ സെൻറ്റർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ മേജറായിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുമില്ല. അത് നമ്മൾ ഓരോ സർവീസും കൃത്യമായിട്ടാണ് ജനറലായിട്ട് ചെയ്തു പോകണമെന്നുണ്ടെങ്കിൽ ഓരോ സർവീസിലും നമ്മൾ ഇതേപോലെ ചെക്ക് ചെയ്ത് നോക്കും. കൂടുതലായിട്ട് കാണുന്ന കംപ്ലയിൻസുകൾ കൈയോടെ തന്നെ പാർട്സുകൾ തേയ്മാനം, ചില ഭാഗങ്ങൾ പാർട്സുകൾ തേയ്മാനം പെട്ടെന്ന് വന്നേക്കാം. അങ്ങനെ വരുന്ന ഭാഗങ്ങൾ മാറ്റി ഘടിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് ജനറൽ സർവീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന യൂണിറ്റാണ്. അതൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേയ്മാനമൊക്കെ ഉള്ളൂ. ബെൻഡെക്സ് യൂണിറ്റിൻ്റെ പെർഫോമൻസും ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. CVT ക്ലച്ച് യൂണിറ്റാണത്, ക്ലച്ച് ഷൂ അടക്കം വരുന്ന യൂണിറ്റ്. അതിൻ്റെ പെർഫോമൻസ് നോക്കി വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ഈ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യണം. ആ ക്ലച്ചൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിലുണ്ട്. അതൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ അതേപോലെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് എഞ്ചിൻ ഹെഡിൻ്റെ അവിടെ ഗ്യാസ്കറ്റ് ലീക്കായിട്ടുണ്ട്. ആ ഓയിൽ ലീക്കാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കവർ ഗ്യാസ്കറ്റ് കൈയോടെ അഴിച്ച് മാറ്റിയിട്ട് ഈ ബോൾട്ടിൻ്റെ ഉള്ളിൽ 2 ഓയിൽ സീൽ വന്നിട്ടുണ്ട്. അതുകൂടി മാറ്റി റീസെറ്റ് ചെയ്താൽ ആ ഓയിൽ ലീക്ക് കൈയോടെ നമുക്ക് അതുമ്പോൾ കൺട്രോൾ ചെയ്ത് നിർത്താം. പിന്നെ അതേപോലെ നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകൾ കംപ്ലൈൻ്റ് ആണ്. ഈ 2 ബ്രേക്ക് കേബിളും കംപ്ലൈൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഫ്രണ്ട് ബ്രേക്ക് ജാമായ രീതിയിൽ വണ്ടി നിൽക്കുന്നത്.
സംഭവിച്ചോണ്ടെന്ന് വെച്ചാൽ ഔട്ടർ വലിഞ്ഞു പോയേക്കാണ് കംപ്ലയിൻറ്റ്. കാരണം ഞാൻ കേബിളിൻ്റെ ഈ ഔട്ടർ വലിച്ചിട്ട് വന്നേക്കുന്നതാണ് ബ്രേക്ക് ലോഡാവാനായിട്ടുള്ള കാരണം. അപ്പോൾ കേബിൾ എന്തെങ്കിലും മാറ്റിയിടാം. പിന്നെ അതേപോലെ തന്നെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല, അത് ഈ കേബിൾ കംപ്ലയിൻറ്റ് വന്നു പോയേക്കുന്നതാണ്. സ്പീഡോമീറ്റർ കേബിൾ അതിൻ്റെ ഗിയർ സെറ്റ് ആവശ്യമാണെങ്കിൽ ഗിയർ സെറ്റും കൂടി നമുക്ക് മാറ്റേണ്ടി വരും. ഗിയർ സെറ്റ് എന്ന് ഉദ്ദേശിച്ചതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ക്രൗണും പിന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ വീലിട്ടാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒടിഞ്ഞ് പിരിഞ്ഞിരിക്കുന്ന സിറ്റുവേഷനാണ് ഇപ്പോൾ അതിൻ്റെ ഉള്ളിലിരിക്കുക. അത് ഊരി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൂടി മാറ്റേണ്ടതായിട്ട് വരും. ഗിയറിൻ്റെ 50-56 രൂപ അങ്ങോട്ട് അതിന് റേറ്റ് വരണുള്ളൂ. അതും കൂടി മാറ്റി നമുക്ക് ഇടേണ്ടതായിട്ട് വരും. പിന്നെ ഫ്രണ്ടിലത്തെ ഈ ഗ്രീൻ ബുഷ് നല്ല രീതിയിൽ ഓവലായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിടാം. ലിങ്ക് ബുഷുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. പിന്നെ ഫ്രണ്ട് ടയർ നമ്മൾ മാറ്റുന്ന ദിവസം പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി നല്ല രീതിയിൽ സൈഡ് തേയ്മാനം വന്നായിരുന്നു. അപ്പോൾ അത് നമ്മൾ കൂട്ടത്തിൽ കൂടെ ചേഞ്ച് ചെയ്ത് വിടുന്നുണ്ട്. ബാറ്ററിയുടെ ഭാഗം നമ്മളൊന്ന് ടെസ്റ്റ് അടിച്ച് വിടുന്നുണ്ട്. 2020 മോഡൽ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കണേ. 2020 മോഡൽ. അപ്പോൾ ഞാൻ അതിൻ്റെ ബാറ്ററി കൂടി ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി നമ്മളതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.5 വോൾട്ടിന് മുകളിലുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ബാറ്ററിയുടെ സ്റ്റാറ്റസിനകത്ത് കാണിക്കും. നിലവിൽ കംപ്ലൈൻ്റ് ആയിട്ടൊന്ന് കാണിക്കണം കേട്ടോ. 2020 ബാറ്ററിയാണ്. നമുക്ക് 4 വർഷം എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ട്. ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സെൽഫൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് എപ്പോൾ വേണമെങ്കിലും കാണിക്കാം. ചിലപ്പോൾ ഇന്ന് കാണിക്കാം, ചിലപ്പോൾ നാളെ കാണിക്കാം, ചിലപ്പോൾ ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് കാണിക്കാം. എന്തായാലും ബാറ്ററി കംപ്ലയിൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വലിയ താമസമില്ലാണ്ട് നമുക്ക് ആ ഒരു കംപ്ലയിൻറ്റ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് പ്ലഗിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടെന്ന് എയർ ഫിൽറ്ററും പ്ലഗും കൂടിയാണ് മാറ്റേണ്ടത്. ഈ എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ കൂടെ മാറ്റേണ്ട ഒരു പാർട്ടാണ് ഈ പ്ലഗ് എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടാം. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് സ്പോഞ്ച് പോലത്തെ മോഡലാണത്. ഇതാണ്ട് അത് മൊത്തം പൊടിഞ്ഞൊരവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടണം നമുക്ക്. കാരണം അത് നമുക്ക് ഈ എൻജിൻ റൂമിൻ്റെ ഈ ഭാഗത്തായിട്ട് വരുന്ന സംഭവമാണ്. എയർ ഫിൽറ്റർ എയറിൻ്റെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് അതിന് പറയാം. അത് കൂട്ടത്തിൽ കൂടെ നമുക്കൊന്ന് മാറ്റി കളഞ്ഞേക്കാം. അതിൻ്റെയൊക്കെ ടൈം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട്, പൊല്യൂഷൻ ടെസ്റ്റ്, ഇതൊക്കെയാണ് മെയിനായിട്ട് വന്നേക്കണ വർക്കുകൾ. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം. അതിനകത്ത് നമ്മൾ എൻജിൻ ഓയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, എയർ ഫിൽറ്റർ പ്ലഗ് ഉൾപ്പെടുത്തുന്നുണ്ട്, സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഗ്രീൻ ബുഷ് നമ്മളതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. പിന്നെ 2 ബ്രേക്കിൻ്റെ കേബിള്, സ്പീഡോമീറ്റർ കേബിള്, ഇതിൻ്റെ ഉള്ളിലുള്ള ക്രൗണോ പിനിയൻ സെറ്റ്. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ക്ലച്ചിൽ വരുന്ന ആ ഒരു ഓയിൽ സീൽ. ഇത്രയും ഭാഗമാണ് ഞാൻ അതിനകത്ത് ഒരു എസ്റ്റിമേറ്റിനകത്ത് ഉൾപ്പെടുത്തുന്നത്. പിന്നെ പൊല്യൂഷൻ ടെസ്റ്റ് വരുന്നുണ്ട്. അതൊക്കെ പറഞ്ഞേക്കണം. ബാക്കിയത്തെ വർക്കുകൾ അതിന് പുറമെ കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം ഉൾപ്പെടുത്തി, ടയറടക്കം എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തി ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഇട്ടേക്കാം. വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. ഇപ്പോൾ കാണുന്ന കംപ്ലയിൻറ്റുകൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുള്ളൂ. നിങ്ങളുടെ പെർമിഷൻ കിട്ടിയാൽ മാത്രമേ നമ്മൾ വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ആ എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിൽ ഇടാം. അത് നോക്കിയതിന് ശേഷം ഒന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.